രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും സാമൂഹിക മുന്നേറ്റത്തിനും കൂടുതൽ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ ബിഷ്ണുപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി പരാമർശിച്ചത്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങളിലേക്കും ഭരണ സംവിധാനത്തിലേക്കും സ്ത്രീകൾ കൂടുതൽ ശക്തമായി പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥ അർത്ഥത്തിൽ ഇന്ത്യ പുരോഗതിയുടെ പാതയിൽ മുന്നേറുകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2029 നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വനിതാ സംവരണത്തെ തടസ്സപ്പെടുത്തുന്നതിനായി തൃണമൂൽ കോൺഗ്രസും ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. സ്ത്രീകൾക്ക് നിയമസഭയിലും ലോക്സഭയിലും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഭയമുണ്ടാക്കുന്നുവെന്നും അതിനാലാണ് അവർ വനിതാ സംവരണ ബിൽ വൈകിപ്പിക്കാനും തടയാനും ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന ഈ സമീപനത്തിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷയും സാമൂഹിക സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ തൊഴിൽ സാധ്യത, സാമ്പത്തിക സ്വാതന്ത്ര്യം, സുരക്ഷിത ജീവിതം എന്നിവ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ ഭയമില്ലാതെ മുന്നോട്ട് വരികയും നേതൃപങ്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഇന്ത്യയാണ് ബിജെപിയുടെ സ്വപ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ആദിവാസി സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കുന്നതിന് പകരം അവർക്ക് എതിരാളിയെ നിർത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ നിലപാട് വെളിവാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദിവാസി സമൂഹത്തിന്റെ അഭിമാനത്തെയും അവകാശങ്ങളെയും മാനിക്കുന്നതിൽ ബിജെപിയാണ് മുന്നിലുണ്ടായിരുന്നതെന്നും കേന്ദ്ര സർക്കാർ ആദിവാസികൾക്കായി പ്രത്യേക മന്ത്രാലയവും കൂടുതൽ ധനസഹായവും വികസന പദ്ധതികളും നടപ്പാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പശ്ചിമബംഗാളിൽ സംസ്ഥാന സർക്കാർ നിയമങ്ങൾ ലംഘിച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കിയും മുന്നോട്ടു പോവുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ഈ നയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയുടെ ആത്മാവിനും സമത്വത്തിന്റെ തത്വങ്ങൾക്കും വിരുദ്ധമായ രീതിയിലാണ് ബംഗാളിലെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണരീതിയാണെന്നും മോദി ആരോപിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും അനീതികളും തടയാൻ വേണ്ട ശക്തമായ നടപടികൾ ബംഗാളിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുരുലിയയിൽ നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് പശ്ചിമബംഗാളിൽ അഴിമതിയും അക്രമവും നിയന്ത്രണാതീതമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് മഹാജംഗൽ രാജാണെന്നും അതിന്റെ ഫലമായി സാധാരണ ജനങ്ങൾ ഭീതിയിലും അനിശ്ചിതത്വത്തിലും കഴിയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളുടെ വികസനത്തെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും തൃണമൂൽ സർക്കാർ അവഗണിച്ചുവെന്ന് മോദി ആരോപിച്ചു. റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കുടിവെള്ളം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരം പ്രദേശങ്ങളുടെ പുരോഗതിക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കുകയും അവയ്ക്ക് ആവശ്യമായ ധനസഹായം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പശ്ചിമബംഗാളിലെ ജനങ്ങൾ ബിജെപിയിലേക്കാണ് വലിയ പ്രതീക്ഷയോടെ നോക്കുന്നതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് റാലികളിൽ വൻ ജനക്കൂട്ടം പങ്കെടുക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ജനങ്ങളുടെ അതൃപ്തിയുടെയും പ്രതിഷേധത്തിന്റെയും വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അതിനായി ബിജെപിക്ക് ശക്തമായ പിന്തുണ നൽകാൻ അവർ തയ്യാറായി കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.